क्यों भाई आप लोगों की आवाज को क्या हो गया है? साउंड इल्ले उच्चത്തിൽ പറയാൻ भारत माता की जय ऐसे बोलते हैं क्या? भारत माता की ഇങ്ങനെയാണോ സംസാരിക്കുന്നത് വിളിക്കുന്നത്? मोदी जी बंगाल में है, उन तक आवाज जानी चाहिए. മോഡി ജി ബംഗാളിലാണ്, അവിടെ വരെയും എത്തണം ഇവിടുത്തെ സൗണ്ട്. मेरे साथ दोनों हाथ उठाइए, उठाइए दोनों हाथ और विजय के संकल्प की मुट्ठी भींचिए और प्रचंड आवाज से बोलिए भारत माता की, भारत माता की, भारत माता की. मंच पर उपस्थित जॉर्ज कुरियन जी, हमारे लोकप्रिय प्रत्याशी, आगे आओ, बीबी गोपा कुमार जी, एस प्रशांत जी, एस सत्यपालन जी, के मुरलीधरन जी, श्री बी श्री कुमार जी, कीजा कनेला सुधाकरन जी, श्री बी आई नागेश जी, श्री वी कृष्णचंद्र मोहन जी, श्री एस सुनील कुमार जी, श्री बी साजनलाल जी, एस सुदीप जी, सुश्री आदित्य जी, और आज यहां पर चथानूर की सभा में इतनी बड़ी संख्या में आए हुए प्यारे भाइयों बहनों माताओं और मेरे जिगर के टुकड़े जैसे युवा मित्रों, ഇന്ന് ഈ ചാത്തന്നൂരിൽ ഇത്രയും വലിയ സംഖ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാക്കളെ, അതുപോലെ തന്നെ പ്രിയങ്കരായ യുവ സുഹൃത്തുക്കളെ, मित्रों, आज मैं यहां भारतीय जनता पार्टी के प्रत्याशी श्री बी गोपा कुमार जी को विजयी बनाने की अपील करने के लिए आया हूं. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ ബി ഗോപകുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ്. और मैं आज पूरे केरल की जनता को अपील करने आया हूं कि एलडीएफ यूडीएफ के झांसे से निकलिए, कमल को खिलाइए और मोदी जी के नेतृत्व में नया केरला बनाइए. ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എൽഡിഎഫിന്റെ യുഡിഎഫിന്റെയും ഈ മാറി മാറിയുള്ള ഭരണത്തിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കൂ. അതുപോലെ തന്നെ താമര ഇവിടെ വിരിയണം. മോഡിജിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ കേരളത്തിന് വേണ്ടി നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मित्रों, ये केरल की भूमि महान समाज सुधारकों और धार्मिक जागरण करने वाले संतों की भूमि है. ഈ കേരളത്തിന്റെ ഭൂമി എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഭൂമിയാണ്. അതുപോലെ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചവരുടെ അധ്യാപകരുടെ ഭൂമിയാണ്. ये भूमि महान संत श्री नारायण गुरु श्री चट्टंबी स्वामी कल, महात्मा अय्यन कल और अय्या वैकुंठ स्वामी कल की भूमि है. ഈ പരിശുദ്ധമായിട്ടുള്ള ഭൂമി നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിന്റെ ഭൂമിയാണ്, ചട്ടമ്പി സ്വാമിയുടെ ഭൂമിയാണ്, അയ്യങ്കാളിയുടെ ഭൂമിയാണ്, അയ്യാ ഗുരുദേവന്റെ ഭൂമിയാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. और मित्रों, इसीलिए इसको गॉड्स ओन कंट्री कहते हैं. അതുകൊണ്ടാണ് ഈ ഭൂമിയെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നത്. मगर यही भूमि को आज एलडीएफ और यूडीएफ ने हमारी सभी सामाजिक परंपराओं को, धार्मिक परंपराओं को नष्ट कर कर हमारी संस्कृति पर आघात करने का काम किया है. പക്ഷേ ഇന്ന് ഈ എൽഡിഎഫും യുഡിഎഫും ഈ ഭൂമിയിൽ നമ്മുടെ സാമൂഹ്യ സമരസതയെ തകർക്കുകയാണ്, നമ്മുടെ പാരമ്പര്യത്തെ തകർക്കുകയാണ്,
നമ്മുടെ സംസ്കാരത്തെ ഇവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. एक जमाना था कि केरल सबसे विकसित राज्यों में एक माना जाता था. ഒരു കാലഘട്ടത്തിൽ ഈ കേരളം ഏറ്റവും പുരോഗതി പ്രാപിച്ച ഒരു സംസ്ഥാനമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. एक जमाना था जब केरल सबसे ज्यादा एजुकेटेड स्टेट्स में माना जाता था. ഒരു കാലഘട്ടത്തിലോ കേരളം എന്ന് പറഞ്ഞിരുന്നത് ഏറ്റവും വിദ്യാഭ്യാസ ഗുണമുള്ള സംസ്ഥാനം എന്നുള്ള രീതിയിലായിരുന്നു. एक जमाना था जब दुनिया भर के टूरिस्ट अपने केरल में गॉड्स ओन कंट्री में आते थे. ഒരു കാലഘട്ടത്തിലോ ഈ ലോകത്തിലെ വിനോദസഞ്ചാരികളോ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലോ വന്നിരുന്നു. और ये कम्युनिस्ट पार्टी और कांग्रेस पार्टी ने यही केरल को भ्रष्टाचार का अड्डा बना दिया है. ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. कांग्रेस आती है तो सोलर स्कैम होता है और कम्युनिस्ट आती है तो डॉलर स्कैम होता है. കോൺഗ്രസ് വരികയാണെങ്കിലോ ഇവിടെ സോളാർ കുംഭകോണം ഉണ്ടാകുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വരുന്ന അവസരത്തിലോ ഡോളർ കുംഭകോണം ഉണ്ടാകുന്നു. जिस केरल में कभी भ्रष्टाचार की बात नहीं होती थी, पूरे देश के अंदर आज ये डॉलर स्कैम और गोल्ड स्कैम के चर्चे लगते हैं. ഈ അഴിമതിയില്ലായിരുന്ന ഈ കേരളത്തിലോ ഇന്ന് അഴിമതിയുടെ ചർച്ചയാണ് ഈ രാജ്യം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ സോളാറിന്റെയും അതുപോലെ തന്നെ ഡോളറിന്റെയും ചർച്ചയാണ് നടക്കുന്നത്. और मित्रों, ये बहुत बड़ी विडंबना है कि केरल की जनता बारी बारी एलडीएफ यूडीएफ यूडीएफ एलडीएफ एलडीएफ यूडीएफ यूडीएफ एलडीएफ करती रहती है. ഈ കേരളത്തിലെ ജനത വീണ്ടും വീണ്ടും എൽഡിഎഫിനെയും യുഡിഎഫിനെയും എൽഡിഎഫ് യുഡിഎഫ് എൽഡിഎഫ് യുഡിഎഫ് എന്ന രീതിയിൽ അധികാരത്തിലേറ്റിയിട്ടുണ്ട്. देखिए, कम्युनिस्ट पूरी दुनिया में खत्म हो गए हैं. खत्म हो गए या नहीं हो गए बताइए. ഈ കമ്മ്യൂണിസ്റ്റുകാര് ലോകത്തിൽ മുഴുവൻ നശിച്ചില്ലേ, ഇല്ലായ്മയായില്ലേ, ഇല്ലാതെയായില്ലേ? നിങ്ങളൊന്ന് പറയൂ. खत्म हुए या नहीं हुए भाई बताओ जरा. അവര് അവസാനിച്ചില്ലേ? നിങ്ങൾ പറയണം, പറയൂ. और एक कांग्रेस पार्टी पूरे भारत में खत्म हो चुकी है. കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള ഭാരതത്തിലോ ഇല്ലാതായിരിക്കുന്നു. अब समय आ गया है केरल की जनता मोदी जी के नेतृत्व में भारतीय जनता पार्टी को अपना आशीर्वाद दे. ഇന്ന് കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുകയാണ് മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേറ്റുവന്ന കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുകയാണ്. मित्रों, जब जब मैं गोल्ड स्कैम की बात करता हूं, डॉलर स्कैम की बात करता हूं, पिनराई जी को बुरा लग जाता है. ഞാൻ ഗോൾഡിന്റെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞാലോ അതുപോലെ തന്നെ ഡോളർ കുംഭകോണത്തിന്റെ കാര്യം പറഞ്ഞാലോ പിണറായിക്ക് അത് അങ്ങനെ സുഖിക്കുന്നില്ല. मगर पिनराई जी, आप इससे भाग नहीं सकते. केरल की जनता आपको पूछना चाहती है. പക്ഷേ പിണറായി, അങ്ങേക്ക് ഓടി രക്ഷപ്പെടുവാൻ സാധിക്കില്ല. കേരളത്തിലെ ജനത നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. क्या आपके प्रिंसिपल सेक्रेटरी एक गोल्ड स्कैम और डॉलर स्कैम में लिप्त थे या नहीं थे? जवाब दीजिए. അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തിലും അതുപോലെ തന്നെ ഡോളർ കടത്തിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ലേ? അങ്ങ് മറുപടി പറയണം. देना चाहिए नहीं देना चाहिए? जवाब. ഉത്തരം പറയണോ പറയണ്ടയോ പിണറായി വിജയൻ? जरा बोलो, देना चाहिए नहीं देना चाहिए? मैं उनको पूछना चाहता हूं कि जो डॉलर स्कैम की मुख्य आरोपी थी, उनको प्रति माह 3 लाख रुपया आपकी ऑफिस से मिलता था या नहीं मिलता था? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഡോളർ അതുപോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്തിലെ മുഖ്യപ്രതി അവര് 3 ലക്ഷം രൂപ അവർക്ക്
സർക്കാർ കൊടുത്തിരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ശമ്പളമായിട്ട്. आपके प्रिंसिपल सेक्रेटरी ने ये सारे आरोपियों की मदद की या नहीं की, बताइए केरल की जनता को. ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ മുഴുവൻ പ്രതികളെയും സഹായിച്ചില്ലേ എന്ന് നിങ്ങൾ മറുപടി പറയണം കേരളത്തിലെ ജനതയോട്. मित्रों, मैं उनको पूछना चाहता हूं, आपके प्रिंसिपल सेक्रेटरी ने ये जो मुख्य आरोपी महिला है उसको सरकारी दौरे पर विदेश में सरकारी खर्चे से ले गए या नहीं ले गए? ഞാൻ അങ്ങയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ മുഖ്യ പ്രതിയായിട്ടുള്ള വനിതയെ ആ സർക്കാരിന്റെ ചെലവില് വിദേശത്ത് അദ്ദേഹം കൊണ്ടുപോയോ ഇല്ലയോ എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. ये मुख्य आरोपी जो थी महिला, वो सीएम हाउस पर बार बार क्यों आती थी, ये बताइए. ഈ മുഖ്യ പ്രതിയായിട്ടുള്ള മഹിള മുഖ്യമന്ത്രിയുടെ ഓഫീസില് കയറി ഇറങ്ങിക്കൊണ്ടിരുന്നില്ലേ എന്നുള്ള കാര്യം അങ്ങ് വ്യക്തമാക്കണം, മറുപടി പറയണം. एयरपोर्ट जब घोषणा पकड़ा गया तब आपकी ऑफिस ने कस्टम ऑफिसर पर दबाव डाला था या नहीं डाला था? എയർപോർട്ടില് സ്വർണം പിടിച്ച അവസരത്തില് അങ്ങയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസിന്റെ മേല് സമ്മർദ്ദമുണ്ടായോ ഇല്ലയോ എന്ന് അങ്ങ് പറയേണ്ടിയിരിക്കുന്നു. और मित्रों, मैं ये भी पूछना चाहता हूं कि ईडी और कस्टम के ऑफिसरों पर वाम पार्टी के गुंडों ने हमला किया, इसकी जांच आप क्यों नहीं कराना चाहते हैं? ഞാൻ അങ്ങയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ഇഡിയുടെയും അതുപോലെ തന്നെ കസ്റ്റംസിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെ മേലോ ഇടതുപക്ഷത്തിന്റെ ഗുണ്ടകള് ആക്രമണം നടത്തിയപ്പോഴ് എന്തുകൊണ്ട് അങ്ങ് അന്വേഷണം നടത്തിയില്ല എന്ന് അങ്ങയോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, और कोई मुख्यमंत्री होता तो कब का इस्तीफा दे चुका होता. एक कम्युनिस्ट पार्टी को भ्रष्टाचार से कोई शर्म नहीं आती है. വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിലോ നേരത്തെ തന്നെ അദ്ദേഹം രാജിവെക്കുമായിരുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഴിമതിയില് മുക്കിത്താണ്ടിരിക്കുകയാണ്. मित्रों, एक कम्युनिस्ट पार्टी हमारी संस्कृति और परंपरा को नष्ट करने के लिए तुली है. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കുന്നവരാണ്. मित्रों, सबरीमाला मंदिर में भगवान अय्यप्पा के श्रद्धालुओं पर जिस प्रकार का जुर्म करा वो देश में कहीं पर भी नहीं हो सकता. സുഹൃത്തുക്കളെ, ആ ശബരിമലയിലോ ഭഗവാൻ അയ്യപ്പന്റെ ആ സന്നിധിയിലോ അവർ ഏത് രീതിയിലുള്ള ദുഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്ന് ചെയ്തതെന്നുള്ള കാര്യം ഈ രാജ്യത്തിന് മുഴുവൻ അറിയാം. विजयन जी, मैं केरल की भूमि पर कहकर जाता हूं कि भारतीय जनता पार्टी मानती है कि मंदिरों के मामले में सरकार ने हस्तक्षेप नहीं करना चाहिए, उसको श्रद्धालुओं पर छोड़ देना चाहिए. വിജയനോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ക്ഷേത്രങ്ങളുടെ കാര്യത്തില് സർക്കാർ ഇടപെടുവാൻ പാടില്ല, അത് സ്വതന്ത്രമാക്കണം, വിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. और सबरीमाला के भक्तों पर पुलिस के कपड़े पहनाकर कम्युनिस्ट पार्टी की कैडर ने जुर्म ढाए हैं. അതുപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തില് കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്താണ് ചെയ്തത്? നുണപ്രചരണമാണ് നടത്തിയത്. ये कम्युनिस्ट पार्टी ने केरल के सरकारी अफसरों में अपनी कैडर की भर्ती कर अफसरों का राजनीतिकरण करने का काम किया है. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിലോ ഉദ്യോഗത്തിലേക്ക് അവരുടെ കേഡറുകളെ കുത്തിത്തിരിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയില് അവരുടെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ये केरल पब्लिक सर्विस कमीशन कम्युनिस्ट पार्टी का कार्यालय बनकर पड़ा है. ഈ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
പ്രവർത്തകരെ കുത്തിത്തെറിയുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. और इसी के कारण पीएससी रैंक होल्डर अनु सिर्फ 28 साल का युवा उसने आत्महत्या कर ली. അതുകൊണ്ട് PSCയുടെ റാങ്ക് ഹോൾഡർ അനൂപ് അദ്ദേഹത്തിന് ജോലി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ദുഃഖകരമായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. और मित्रों, एक कांग्रेस पार्टी जैसी सेक्युलर पार्टी मैंने मेरे जीवन में नहीं देखी है. ഈ കോൺഗ്രസിനെ പോലെയുള്ള ഈ കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ള മതേതര പാർട്ടി എന്ന് പറയുന്നവരെന്താണ് ചെയ്യുന്നത്? यहाँ पर तो मुस्लिम लीग के साथ गठजोड़ करते हैं. बंगाल में पीरजादा के साथ गठजोड़ करते हैं. ഇവിടെ മുസ്ലിം ലീഗിന്റെ കൂടെ കൂടുന്നു, ബംഗാളിൽ പീർദാദായുടെ കൂടെ അവർ കൂടുകയാണ് ഈ കോൺഗ്രസ്സുകാര്. और आसाम के अंदर बदरुद्दीन अजमल के साथ गठजोड़ करते हैं जो घुसपैठ कराते हैं. അതുപോലെ തന്നെ ആസാമിലെ അജ്മലിന്റെ കൂടെയാണ് കൂടിയിട്ട് അവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. और महाराष्ट्र में शिवसेना के साथ बैठकर सत्ता का सुख भोगते हैं. ऐसी सेक्युलर पार्टी मैंने मेरे जीवन में नहीं. മഹാരാഷ്ട്രയില് ശിവസേനയുടെ കൂടെ ഇരുന്നുകൊണ്ട് അവർ അധികാരത്തിന്റെ ആ മധുരം നുണയുകയാണ്. ഇതുപോലെയുള്ള ഒരു മതേതര പാർട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ये कांग्रेस पार्टी और उसका नेतृत्व कंफ्यूज है, मति भ्रम है. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ അവരുടെ നേതാക്കൾക്കും വളരെ ചിന്താക്കുഴപ്പമാണ്, മതിഭ്രമം പിടിച്ചിരിക്കുന്നു. ये राहुल बाबा यहाँ पिकनिक पर आए हैं, अभी केरल के अंदर पिकनिक पर आए हैं. इनको केरल की जनता पूछे कि यहाँ तो कम्युनिस्टों के खिलाफ लड़ रहे हो और बंगाल में कम्युनिस्ट के साथ इलू इलू कर रहे हो, ये कैसी पार्टी है? ഈ രാഹുൽ ബാബ കേരളത്തില് പിക്നിക്കിന് വേണ്ടി വരികയാണ്. കേരളത്തിലെ ജനതയോട് ചോദിക്കണം, ഇവിടെ കേരളത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണോ മത്സരിക്കുന്നത്? പക്ഷേ ബംഗാളില് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, ये कम्युनिस्ट और कांग्रेस अब केरल का भला नहीं कर सकते. ये केवल और केवल भ्रष्टाचार का प्रतीक बनकर रह गए. സുഹൃത്തുക്കളെ, ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ കേരളത്തിന് വേണ്ടി ഗുണമൊന്നും ചെയ്യുന്നില്ല. അവര് ചെയ്യുന്നത് അഴിമതിയുടെ തുടർക്കഥകളാണ് ചെയ്യുന്നത്. मित्रों, केरल का अच्छा केवल और केवल मोदी जी के नेतृत्व में, ई श्रीधरन के नेतृत्व में भारतीय जनता पार्टी ही कर सकती है. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ രക്ഷ മോദിജിയുടെ നേതൃത്വത്തിലോ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, केरल में हमारी सरकार नहीं, फिर भी प्रधानमंत्री जी ने केरल के विकास के लिए ढेर सारे काम किए हैं. സുഹൃത്തുക്കളെ, ഈ കേരളത്തിലോ നമ്മുടെ സർക്കാരില്ല, പക്ഷേ ബഹുമാനീയനായിട്ടുള്ള പ്രധാനമന്ത്രി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അനേകം പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. अभी 2000 मेगावाट की पुगलूर थ्रिसूर हाई वोल्टेज डायरेक्ट करंट योजना का शुभारंभ प्रधानमंत्री जी ने किया है. ഈ അടുത്ത കാലഘട്ടത്തിലോ 2000 മെഗാവാട്ടിന്റെ പുഗലൂർ അതുപോലെ തൃശ്ശൂര് ആ ലൈനിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് നടത്തിയിരിക്കുകയാണ്. 50 मेगावाट की क्षमता वाली सोलर योजना कासरगोड में हमने शुरू की है, मगर कांग्रेस की तरह सोलर स्कैम नहीं किया है. 50 മെഗാവാട്ടിന്റെ സോളാർ പദ്ധതി കാസർഗോഡ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസുകാരെ പോലെ സോളാറിന്റെ കുംഭകോണം നമ്മൾ നടത്തിയില്ല. केरल के अंदर 2 स्मार्ट सिटी कोच्चि और तिरुवनंतपुरम को देकर केरल के दोनों बड़े शहरों को आधुनिक बनाने का काम नरेंद्र मोदी जी ने किया है. കേരളത്തിലോ 2 സ്മാർട്ട് സിറ്റികള്
കൊച്ചിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തെ ആധുനികവൽക്കരിക്കുവാനുള്ള നടപടി മോഡിജിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. अमृत योजना के तहत 1100 करोड़ रुपया केरल के 9 शहरों के विकास के लिए देने का काम किया है. അതുപോലെ തന്നെ അമൃത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലോ ഏതാണ്ട് 1100 കോടി രൂപ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. कोच्चि मेट्रो के विकास के लिए 1957 करोड़ रुपीस दिए हैं. കൊച്ചിയുടെ ആ മെട്രോയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനെ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി 1957 കോടി രൂപയാണ് കേന്ദ്രം നൽകിയത്. लोकल बॉडी ग्रांट 12,500 करोड़ दी है. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസ്വരാജിന് വേണ്ടി 12,500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. रिलीफ एंड रिहेबिलिटेशन के लिए 1,738 करोड़ रुपया दिया है. रिलीफ एंड रिहेबिलिटेशन എലിഫന്റ്. അതുപോലെ തന്നെ ആനകളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1,100 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. और 2022 में 2022 में रेवेन्यू कम पड़ती थी तो रेवेन्यू की डेफिसिट भरने के लिए 19,891 करोड़ रुपया भी नरेंद्र मोदी जी ने भेजा है. അതുപോലെ 2020-22 കാലഘട്ടത്തിലോ റവന്യൂ കമ്മി അത് നികത്തുന്നതിന് വേണ്ടി കേരളത്തിന് കൊടുത്തത് 19,891 കോടി രൂപയാണ് കേരളത്തിന് അധികമായിട്ട് കൊടുത്തത്. भारत पेट्रोलियम का प्रोपिलीन डेरिवेटिव पेट्रोकेमिकल प्रोजेक्ट 6,000 करोड़ रुपए का केरल में डालने का काम नरेंद्र मोदी जी ने किया है. ഭാരത് പെട്രോളിയത്തിന്റെ പോളിസിയിൽ അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ആ കെമിക്കൽ പ്രോഡക്റ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടി 6,000 കോടി രൂപയാണ് പ്രധാനമന്ത്രി നൽകിയത്. मित्रों, केरल की कम्युनिस्ट सरकार गरीबों की बात करती है मगर गरीबों के लिए कुछ नहीं करती है. സുഹൃത്തുക്കളെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ദരിദ്രരെ പറ്റിയാണ് പറയുന്നത്, പക്ഷേ ദരിദ്രർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. नरेंद्र मोदी जी ने 6 साल के अंदर देश की 13 करोड़ गरीब महिलाओं को गैस सिलेंडर फ्री ऑफ कॉस्ट देने का काम नरेंद्र मोदी जी ने किया है. അതുപോലെ തന്നെ നരേന്ദ്രമോദിജി 6 വർഷ കാലഘട്ടം കൊണ്ട് ഈ ഭാരതത്തിലെ 13 കോടി സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയുണ്ടായി. मित्रों, नरेंद्र मोदी जी ने 10 करोड़ टॉयलेट्स गरीबों के घर में बनाने का काम किया. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഏതാണ്ട് 10 കോടി ടോയ്ലറ്റുകൾ പാവപ്പെട്ടവരുടെ വീടുകളിൽ പണി കഴിപ്പിക്കുകയുണ്ടായി. मित्रों, नरेंद्र मोदी जी ने 2.5 करोड़ गरीबों को घर देने का काम किया है. അതുപോലെ തന്നെ നരേന്ദ്രമോദി 2.5 കോടി പാവപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുകയുണ്ടായി. नरेंद्र मोदी जी ने देश के 60 करोड़ गरीबों को प्रधानमंत्री आयुष्मान भारत योजना के तहत 5 लाख तक का सारा हेल्थ का एक्सपेंस नरेंद्र मोदी जी भेज रहे हैं. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 60 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ വീതം അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കുകയുണ്ടായി. मैं केरल की जनता को अपील करना चाहता हूं कि अभी अभी राहुल बाबा यहां पिकनिक पर आए हैं. आप उनको जरा एक सवाल पूछना कि राहुल बाबा, आपकी सरकार थी तब केरल को कितना रुपया दिया? ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, രാഹുൽ ബാബ വന്നിട്ടുണ്ട്, പിക്നിക്കിന് വേണ്ടി കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങയുടെ സർക്കാർ ഉണ്ടായിരുന്ന അവസരത്തിലോ കേരളത്തിന് വേണ്ടി എത്രമാത്രം തുക കൊടുത്തിട്ടുണ്ട് എന്ന് അങ്ങ് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
मित्रों वो तो जवाब नहीं देंगे, मगर मैं आपको बताने आया हूं और इनका हिसाब पूछने आया हूं। അതുപോലെ അദ്ദേഹം മറുപടി പറയില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ വേണ്ടി അവരോട് ചോദിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരോട് കണക്ക് ചോദിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. जब सेंटर में सोनिया मनमोहन सिंह की सरकार थी, तब 5 साल में केरल को उन्होंने 45,393 करोड़ रुपया दिया। मैं फिर से बोलता हूं, 45,395 करोड़। എപ്പോഴാ കേന്ദ്രത്തില് മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് എത്രയാണ് ആകെ കൊടുത്തത്? 45,395 കോടി രൂപ മാത്രമാണ് ആ കാലഘട്ടത്തില് കേരളത്തിന് വേണ്ടി കോൺഗ്രസിന്റെ സർക്കാർ നൽകിയത്. मित्रों, और नरेंद्र मोदी जी की सरकार आई, भाजपा सरकार आई, 5 साल में हमने इसको 3 टाइम कर 1,34,848 करोड़ रुपया केरल को दिया है। അതേസമയം സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ സർക്കാർ വന്ന അവസരത്തിൽ 5 വർഷം കൊണ്ട് ഏതാണ്ട് 3 ഇരട്ടിയാണ് കൊടുത്തത്. 1,34,848 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് കൊടുത്തതെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. मित्रों, कम्युनिस्ट और कांग्रेस केरल का भला नहीं कर सकते। ये सुंदर प्रदेश को आगे बढ़ाने के लिए यहां बदलाव की जरूरत है। हम मेट्रोमैन श्रीधरन को आगे कर चुनाव लड़ रहे हैं। केंद्र में नरेंद्र मोदी जी की सरकार है। आप एक बार भारतीय जनता पार्टी को मौका दीजिए। 5 साल में हम केरल को भारत का सबसे विकसित प्रदेश बनाएंगे। അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചിട്ട് ഈ കേരളത്തെ അവർ തകർത്തിരിക്കുകയാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാരുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഒരവസരം നൽകൂ. 5 വർഷം കൊണ്ട് ഈ കേരളത്തെ 5 വർഷം കൊണ്ട് ഭാരതത്തിലെ ഏറ്റവും വികസിത സംസ്ഥാനമാക്കി മാറ്റുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. भाइयों बहनों माताओं, मुझे बताओ, कमल के निशान पर बटन दबाओगे क्या? സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, നിങ്ങൾ പറയൂ, നിങ്ങൾ താമരയ്ക്കല്ലേ വോട്ട് ചെയ്യുവാൻ പോകുന്നത്? പറയൂ. दबाओगे क्या? गोप कुमार जी को जिताओगे? मोदी जी के हाथ मजबूत करोगे? केरला को पूर्ण विकसित प्रदेश बनाओगे? तो मेरे साथ बोलो, भारत माता की ജയ്, भारत माता की ജയ്, भारत माता की